ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിലെ ആറ്റിങ്ങലിലാണുള്ളത്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പിള്ളേരൊക്കെ കൂട്ടി ആറ്റിങ്ങലെത്തിയിട്ടുണ്ട്. പിള്ളേരെ കൂട്ടിയത് ഓരോന്ന് അപ്പോഴേക്കും പറമ്പിലിറങ്ങി നടക്കണ്ട. എന്താടി തിരയുന്നത്? എന്താ തിരയണ? ആയാ പിന്നെ എന്തിനും ഇവിടെ ഇറങ്ങണ? എന്തോ ഉറക്കാണ്, കഴിക്കണ്ടേ? വിശക്കണില്ലേ? വാ 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 മാത്ത് വാ. രാവിലെ എന്തോ? ദോശയും ചിക്കൻ കറി. ഉച്ചയ്ക്ക് സമയം എത്രയാണെന്ന് അറിയാം? ഇപ്പോൾ 12 മണിക്ക്. ഇപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമ്മൾ പുഴയിൽ പോണ്ടേ? നമ്മുടെ വെക്കേഷൻ, അവരുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പാവം 15 ദിവസമായി വെക്കേഷൻ തുടങ്ങിയിട്ട്. നമ്മളിപ്പോഴാണ് ശരിക്കും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഒരു മാസം കഴിഞ്ഞിട്ട്. അയ്യോടാ, മാർച്ചിൽ തുടങ്ങിയ. നീ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ കോരി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് വളരെ ഉപയോഗമാണ്. ഫാനിന് ഡബ് ചെയ്യായിരുന്നു ഒരുത്തി. നമ്മൾ എങ്ങടാ പോണേ? ബീച്ചില്, പുഴയിൽ. ആ, പുഴയിൽ പോവാണ് നമ്മൾ. പണ്ടൊരു പ്രാവശ്യം വന്നിട്ട് പുഴയിൽ പോകാൻ പറ്റാണ്ട് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ പുഴയിൽ പോകണം. നല്ല മഴയും വരുന്നുണ്ട്, അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ ആ പറഞ്ഞ പോലെ ഞങ്ങൾ മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ട് വെള്ളം കൂടുതലായതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ. അപ്പോൾ ഇപ്രാവശ്യം കറക്റ്റാണ്, വെള്ളത്തിൻ്റെ ലെവലൊക്കെ പിള്ളേർക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു ടൈമാണ്. അങ്ങനെ നമ്മൾ പുഴയിലാണ്. വാടാ പുഴ. ഇപ്പോൾ ഇപ്രാവശ്യം ഉണ്ണിക്കുട്ടല്ല, ഉണ്ണിക്കുട്ടൻ വന്നപ്പോൾ നമ്മൾ ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ അവൻ്റെ ഐശ്വര്യക്കാരാണെന്ന് പറയാം നമുക്ക്. വാ, അവള് പോയാ? നീ വരണില്ലേ? വാ. എവിടെ? ഇതാണ് നമ്മുടെ അയിലം പുഴ. ഇവിടെയൊക്കെ കുഴികളുണ്ട്. സമയം കുറേ വൈകി. ഞങ്ങളല്ല, പാച്ച 2 മീനിനെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളെന്നെങ്ങാനും പറഞ്ഞ അവൻ കൊല്ലും. ഇതാണ് എന്ത്? ഐലം ജംഗ്ഷൻ, നമ്മുടെ നാട്, എൻ്റെ നാട്. ഐലം ടൗണിലെ ചായക്കട, ഇതാണ് ഐലം ടൗൺ. ഫൈക്ക ചായ കുടിച്ചോ? എന്താ എവിടെ കുടിച്ചു കഴിഞ്ഞോ? ഇനിയിപ്പോൾ എന്തിനാ വെയിറ്റിംഗ്? നാരങ്ങത്തോടെയും കൂടി വേണോ? ചായൻ്റെ കൂടെയാ? വയറ് കേട് വരും. പുഴയിൽ പോയി കുളിച്ച് കയറിയ പിന്നെ അപാരമായിട്ടൊരു വിശപ്പ് വരാനുണ്ട്. അപ്പോൾ ഫൈക്ക അവളുടെ സ്ഥിരം റെസിപ്പി ഓറഞ്ചിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയും വെച്ചിട്ട് അതുണ്ടാക്കി കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ നല്ല കോഴിക്കോടൻ അലുവ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ പൈനാപ്പിൾ, പോരാത്തിന് ചോറും ചിക്കൻ കറിയും കപ്പയും അങ്ങനെ എല്ലാ ഫുഡും കൈ കിട്ടിയതൊക്കെ കഴിച്ചിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ കുറേ ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പം നമ്മുടെ വെക്കേഷൻ മോഡ് ഓണായിട്ടുണ്ട്. ഇന്നു മുതൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പം വീണ്ടും കാണുന്നവരെ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.